പറയാൻ ഈ നാട്ടിലൊരു വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായല്ലോ. ഏ അതെ. സത്യത്തിൽ അദ്ദേഹത്തെ നമ്മൾ പൂട്ട് തോടടിച്ചിട്ട് ഇനി ഒരു കാര്യം പറയും. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന കഴിഞ്ഞുള്ളൂ. അദ്ദേഹം ആഞ്ഞടിച്ച് പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു, എനിക്ക് മരിക്കാനും പേടിയില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒരാൾ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന തിരുവനന്തപുരത്തുകാരനായ ഒരു കരയോഗം നായർ, ഹൈക്കോടതിയിൽ വക്കീലാണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നമുക്ക് വേണ്ടി പറയുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുണ്ട്, വേറെ ആരുമില്ല. നമ്മുടെ പെരുന്നേലെ പോപ്പ് ഈ പണി നിർത്തി വേറെ ഒരിടത്ത് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അത് കഴിഞ്ഞ് കുറേ കൂടി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ കോടതിയിലേക്ക് വരുന്ന വഴിക്ക് മെട്രോയിൽ കയറുന്ന സമയത്ത് വേറെ അതിപ്രസിദ്ധനായ വേറൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ബി ജെ പിക്കാരനാണ്, ബി ജെ പിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. പുള്ളി പറഞ്ഞു, ഇത് സത്യത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ടാണ്, അതായത് എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ചിന്താഗതി വെള്ളാപ്പള്ളി പറഞ്ഞില്ല എന്നുള്ളതല്ല, ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വലിയ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഒക്കെ പറയൂലേ, OBC സമുദായക്കാരെ മുഴുവനും ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് രാഹുൽ ഗാന്ധി വലിയ വലിയ പ്രസ്താവനകൾ നടത്തി പറഞ്ഞില്ലേ. പുള്ളി ഡൽഹിയിൽ OBCക്കാരന് വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, അതറിയാമോ? അതെ. എന്നിട്ട് സുപ്രസിദ്ധ ദളിത് ചിന്തകനായ കാഞ്ച ഐലയ്യ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി രാഹുൽ ഗാന്ധി വലിയ പ്രസംഗമൊക്കെ നടത്തിച്ചു. അദ്ദേഹം അവിടെ വെച്ച് രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഈ OBCക്കാരെ സഹായിക്കാൻ പോകുന്ന ആൾ വലിയൊരു മിശിഹ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇതുവല്ല അറിയുന്നുണ്ടോ? ഈ ആലുവയിലെ ഒരു മുനിസിപ്പാലിറ്റിയിലും 7 പഞ്ചായത്തിലും സീറ്റ് വീതം വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? OBCക്കാർക്ക് എന്താ സംഭവിച്ചത്? പോട്ടെ, മറ്റുള്ളവർക്ക് എന്താ സംഭവിച്ചതെന്ന് പുള്ളി അറിയുന്നില്ല. ഇതൊക്കെ സിദ്ധാന്തം വേറെ, പ്രയോഗം വേറെ. ഇത് തെരഞ്ഞെടുപ്പ് ഏതേ ലോക്കൽ ബോഡി ഇലക്ഷനിലെ സ്ഥിതിയാണ്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി നമ്മൾ ഊഹിച്ചാൽ മതി. വളരെ സിമ്പിളല്ലേ? ലോക്കൽ ബോഡിയിലെ സ്ഥിതി ഇതാണെങ്കിൽ ഇത് പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉടങ്ങമരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി. അല്ല, അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് അതിൽ കൂടി കണക്ട് ചെയ്ത് ഞാൻ മറ്റൊന്നും കൂടി ചോദിക്കാം. അതായത് പറഞ്ഞത് KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് ലീഗിന് സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരാളെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു നിരീക്ഷണത്തെ അങ്ങ് പിന്താങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളെയും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല കാര്യങ്ങളിലും കോൺഗ്രസ് നിസ്സഹായരായി പോകുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് താൻ പറഞ്ഞ നാൾ മുതൽ താൻ ലീഗിൻ്റെ കണ്ണിലെ രണ്ടാമത് കൂടി ഒരു കരട് വീണ ഒരു പ്രതീതിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDF സംവിധാനം എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ ഐക്യം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ശാക്തീകരണം ലീഗ് ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു കാര്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, അത് വേറൊരു രീതിയിലാണ് അതിനെ ഞാൻ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഈ ഭൂരിപക്ഷ സമുദായ ഐക്യം, ഹിന്ദു ഐക്യം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കില്ല. അത് ശ്രദ്ധിച്ചിട്ടോ? ഭൂരിപക്ഷ സമുദായം എന്നേ പുള്ളി പറയൂ. അതെ, ഭൂരിപക്ഷ സമുദായങ്ങൾ സംഘടിക്കണം, നമ്മൾ യോജിച്ചിരുന്നില്ലെങ്കിൽ പ്രശ്നമാവും എന്ന് അദ്ദേഹം ആദ്യം പറയുന്നത് 2012-ലാണ്. അതെ, 2011-ലാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വരുന്നത്. നിർഭാഗ്യവശാൽ ഭൂരിപക്ഷം വളരെ കുറഞ്ഞ ഒരു സർക്കാരാണ്, 72-68 എന്ന നിലയിലാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ഓരോ ഘടകകക്ഷിക്കും മുമ്പിൽ കണ്ടമാനം കിഴിയേണ്ടതായിട്ടും കെഞ്ചേണ്ടതായിട്ടും വന്നു. KB ഗണേഷ് കുമാർ മൂത്രമൊഴിക്കാൻ പോയാലോ, ഷിബു ബേബി ജോൺ സിനിമയ്ക്ക് പോയാലോ മന്ത്രിസഭ വീട് പോകും, കാരണം ഭൂരിപക്ഷമില്ല. ഇതാണ് സ്ഥിതി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആംഗ്ലോ ഇന്ത്യൻ മെമ്പർ കൂടി ചേരുമ്പോഴാണ് 73 ആവുള്ളൂ. അപ്പോൾ സ്പീക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ 72 ആവും. ഇതായിരുന്നു സർക്കാരിൻ്റെ സ്ഥിതി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികൾക്ക് മുമ്പിൽ കണ്ടമാനം കീഴടങ്ങേണ്ടതായിട്ട് വന്നു. ഉമ്മൻചാണ്ടി സ്വന്തം നിലയ്ക്ക് ഒരു വർഗീയവാദിയൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ മാണി ഗ്രൂപ്പ് ആയാലും ശരിയാണ്, അതല്ല കേരള കോൺഗ്രസ് അല്ല നമ്മുടെ മുസ്ലിം ലീഗ് ആണെങ്കിലും ശരിയാണ്, മുസ്ലിം ലീഗിന് 4 മന്ത്രിമാർ എന്ന് തീരുമാനിച്ചു. പക്ഷേ പാണക്കാട് തങ്ങൾ 5 മന്ത്രിമാരുടെ പേര് പ്രഖ്യാപിച്ചു. അവരുടെ വകുപ്പും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഘടകകക്ഷി നേതാക്കന്മാർ വകുപ്പ് തീരുമാനിക്കാൻ പറ്റില്ല, അത് മുഖ്യമന്ത്രിയുടെ പ്രിറോഗേറ്റീവാണ്. പക്ഷേ അതുപോലും അവർ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ് 5-ാം മന്ത്രിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദമായി പിറവ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ KPCC എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ലീഗിന് 5-ാം മന്ത്രി കൊടുക്കരുത് എന്ന് തീരുമാനിച്ചു. കൊടുക്കാൻ പാടില്ല. അന്ന് കൊടുക്കരുത് ഏറ്റവും ശക്തമായിട്ട് വാദിച്ചത് MM ഹസനും MI ഷാനവാസും ഒക്കെ, ആര്യാടൻ മുഹമ്മദായിരുന്നു. കാരണം ഈ ലീഗിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിലുള്ള മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രസക്തിയിലുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. ഏതായാലും അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ആവശ്യമില്ലല്ലോ. അത് പിന്നെ ആര്യാടൻ മുഹമ്മദിനും MM ഹസനൊക്കെ ലീഗിൽ ചേർന്നാൽ പോരെ.
അങ്ങനെ ഒരു വലിയ പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അപകടം നേരിടുന്നത് കോൺഗ്രസ്സിലുള്ള മുസ്ലിം നേതാക്കന്മാരാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതെ ഇത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയിട്ട് സോണിയാഗാന്ധിയെ പറഞ്ഞ് എങ്ങനെയോ ധരിപ്പിച്ചു, ഈ ലീഗിന് 5-ാം മന്ത്രി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറഞ്ഞ് പുള്ളിയോടെ തിരിച്ചു വന്നു. തിരിച്ചു വന്ന ഉടനെ തന്നെ മഞ്ഞളാംകുഴി അലിയെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. ഇത് ആ സമയത്ത് കേരളത്തിൽ വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമായിരുന്നു. ഇവർ രണ്ടുപേരും ഭൂരിപക്ഷ സമുദായ ഐക്യത്തെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കാൻ തുടങ്ങി.